നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് വിശദമായി. പുതിയ ഭരണകൂടം അധികാരമേൽക്കുന്നതുവരെ വെനസ്വേലയെ അമേരിക്ക ഏറ്റെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കസ്റ്റഡിയിലുള്ള വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയും ഭാര്യയും അമേരിക്കയിൽ വിചാരണ നേരിടണം. വെനസ്വേലയിലെ കുറ്റവാളി സംഘത്തിലെ പ്രധാനിയാണ് മദുറോ എന്ന ട്രംപിന്റെ ആരോപണം. യുഎസിലെ എണ്ണ കമ്പനികൾ വെനസ്വേലയിൽ എത്തുമെന്നും ട്രംപ് പറഞ്ഞു. We're going to run the country until such time as we can do a safe, proper, and judicious transition. So we don't want to be involved with having somebody else get in, and we have the same situation that we had for the last long period of years. So we are going to run the country until such time as we can do a safe, proper, and judicious transition. And it has to be judicious. കസ്റ്റഡിയിലുള്ള മദുറോയുടെ ചിത്രം ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പുറത്തുവിട്ടു. US അധിനിവേശത്തെ റഷ്യ, ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അപലപിച്ചു. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കി ഡൊണാൾഡ് ട്രംപ്? ശ്രീജിത്ത്, ഉന്മേഷ സമീപകാലത്തൊന്നും വിജയിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ നടത്തിയെടുത്തിട്ടില്ലാത്തൊരു വലിയ വിജയം, വലിയ യുദ്ധവിജയം ഞങ്ങൾ നേടിയെടുത്തു എന്ന വലിയ അവകാശവാദവുമായാണ് ട്രംപ് ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 1:50 അല്ലെങ്കിൽ 1:30 ശേഷമാണ് വെനസ്വേല എന്ന് പറയുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യത്ത് അമേരിക്കൻ സൈന്യം ഇറങ്ങുകയും അമേരിക്കൻ സൈന്യം വലിയ രൂപത്തിലൂടെ ആക്രമണം നടത്തുകയും ചെയ്തത്. അത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണത് മാധ്യമങ്ങളെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ വഴി അദ്ദേഹം അറിയിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് ലോകം അറിയുന്നത് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയും അദ്ദേഹത്തിന്റെ ഭാര്യയും അമേരിക്കൻ സൈന്യം പിടിച്ചുകൊണ്ടുപോയി എന്നുള്ളത്. പിന്നീട് ബന്ദിയാക്കി അവരെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്ന എന്ന രൂപത്തിൽ വാർത്തകൾ വരികയും ചെയ്തിരുന്നു. അതിനുശേഷം ട്രംപ് തന്നെ വീണ്ടും സോഷ്യൽ മീഡിയ അറിയിക്കുന്നത് ഇങ്ങനെയാണ്: നിക്കോളാസ് മഡുറോയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും വെനസ്വേലയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും പിടികൂടി ഹെലികോപ്റ്ററിൽ എത്തിച്ച ശേഷം ഹെലികോപ്റ്റർ വഴി അമേരിക്കയുടെ സൈനിക കപ്പലിൽ എത്തിക്കുന്നു. അങ്ങനെ ആ സൈനിക കപ്പലിലാണ് ഇപ്പോൾ അമേരിക്കയിലേക്ക് നിക്കോളാസ് മഡുറോയെ കൊണ്ടുപോകുന്നത് എന്ന് അദ്ദേഹം വീണ്ടും സോഷ്യൽ മീഡിയ അറിയിക്കുന്നു. അതിനുശേഷമാണ് ഇന്ന് വൈകിട്ട് 9:00 ഇന്ത്യൻ സമയം 9:00 അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിരുന്നത്. ആ മാധ്യമങ്ങളെ കാണുന്നതിന് തൊട്ട് മുമ്പാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ചിത്രം ട്രംപ് തന്നെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത്. ആ ചിത്രം ഇങ്ങനെയാണ്: കണ്ണുകെട്ടി കൈകൾ വിലങ്ങണിയിച്ചുകൊണ്ടുള്ള വെനസ്വേലൻ പ്രസിഡന്റിന്റെ ചിത്രമാണ്. ഒരുപക്ഷെ നമ്മളുടെ കൺമുന്നിൽ ഇല്ലാത്ത രൂപത്തിൽ ഒരുപക്ഷെ നമുക്കറിയാം ഇറാഖിലൊക്കെ ഉണ്ടായ അല്ലെങ്കിൽ ലിബിയയിലുണ്ടായ അതിനുശേഷം ഉണ്ടായ വലിയ രൂപത്തിൽ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കടന്നു കയറി അവിടുത്തെ പ്രസിഡന്റിനെ ഈ രൂപത്തിൽ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ദൃശ്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ലോകത്തെ അറിയിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇനി വെനസ്വേല അമേരിക്കയുടെ ഭരണത്തിൽ കീഴിലായിരിക്കും. വെനസ്വേലയിൽ പുതിയൊരു ഭരണകൂടം ഉണ്ടാകുന്നവരെ അമേരിക്ക ആയിരിക്കും വെനസ്വേലയെ ഭരിക്കുക. നിലവിലുണ്ടായിരുന്ന വെനസ്വേലൻ പ്രസിഡന്റും ഭാര്യയും അമേരിക്കയുടെ നിയമത്തിന് കീഴിൽ അമേരിക്കയിൽ വിചാരണ നേരിടേണ്ടി വരും. അതുമാത്രമല്ല, ഇനി വെനസ്വേലയുടെ ഭരണം നിയന്ത്രിക്കുന്നതിനൊപ്പം തന്നെ വെനസ്വേലയിൽ ആരായിരിക്കണം അധികാരത്തിൽ വരേണ്ടത് എന്ന തീരുമാനവും അമേരിക്ക ആയിരിക്കും എടുക്കുക. അതിനോടൊപ്പം തന്നെ വെനസ്വേലയുടെ എണ്ണപ്പാടങ്ങൾ മുഴുവൻ അമേരിക്കയുടെ നിയന്ത്രണത്തിലാകും. അമേരിക്കയിൽ നിന്നുള്ള കമ്പനികളാകും ഇനി വെനസ്വേലയിൽ എണ്ണപ്പാടങ്ങൾ നിയന്ത്രിക്കാൻ പോകുന്നത്. അങ്ങനെ ആ രൂപത്തിൽ വെനസ്വേലയുടെ പരമാധികാരം പൂർണ്ണമായും അമേരിക്ക പിടിച്ചെടുക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതോടൊപ്പം തന്നെ വെനസ്വേലയുടെ പ്രതിപക്ഷവും ട്രംപിന് പിന്തുണയായി വരുന്നു. അതുമാത്രമല്ല, 2024 അന്നു മുതൽ ആരായിരുന്നു പ്രതിപക്ഷത്തുണ്ടായിരുന്നത് അവർക്ക് അധികാരം കൈമാറണമെന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ വെനസ്വേലയുടെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വെനസ്വേലയുടെ പ്രതിപക്ഷവും അമേരിക്കൻ സർക്കാരും ചേർന്ന് വെനസ്വേലയിലെ സർക്കാരിനെ താഴെയിറക്കുകയും അവിടുത്തെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അമേരിക്കയിലേക്ക് പിടിച്ചുകൊണ്ടു പോവുകയും അവിടെ വിചാരണ നേരിടേണ്ടി വരികയും എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഉന്മേഷ്, ശരി. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്നൊരു വാർത്ത: വയനാട് പൊഴുതന അച്ചൂരിൽ വീണ്ടും പുലി ഇറങ്ങി പശുക്കുട്ടിയെ കൊന്നു. പാടിക്ക് സമീപത്ത് വെച്ചാണ് പശുക്കുട്ടിയെ കൊന്നത്. സുജിത്ത് അയ്യപ്പത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? അച്ചൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഏതാനും ദിവസങ്ങളായി പുലിയുടെ സാന്നിധ്യമുണ്ട്. അച്ചൂർ 16-ലാണ് പുലി പശുക്കുട്ടിയെ കൊന്നിരിക്കുന്നത്. പാടിക്ക് സമീപം വെച്ചാണ് പശുക്കുട്ടിയെ കൊന്നിരിക്കുന്നത്. പ്രദേശവാസിയായ കുട്ടിപ്പയുടെ പശുക്കുട്ടിയെയാണ് കൊന്നത്. ഏതാനും ദിവസങ്ങളായി ഇവിടെ ഈ പുലിയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്ന കാര്യം. ഇതിനടുത്തുള്ള 22 ചാത്തോത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. തൊട്ടടുത്തുള്ള പ്രദേശം തന്നെയാണിത്. ഏതാനും നാളുകളായി ഇവിടെ പുലി ഭീതി നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു പശുവിനെ കൊല്ലുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്, സുജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. പ്രവാസികൾക്ക് അധിക ബാഗേജിന് ഇളവുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. നിലവിലെ 30 കിലോ കൂടാതെ കുറഞ്ഞ നിരക്കിൽ 10 കിലോ അധിക ബാഗേജ് ബുക്ക് ചെയ്യാം. മാർച്ച് 10 വരെയാണ് ഇളവ്. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് 5 കിലോ അല്ലെങ്കിൽ 10 കിലോ അധിക ബാഗേജ് കുറഞ്ഞ നിരക്കിൽ മുൻകൂർ ബുക്ക് ചെയ്യാനാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അവസരമൊരുക്കിയിരിക്കുന്നത്.
ജനുവരി 16-നും മാർച്ച് 10-നും ഇടയിൽ ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നവർക്കാണ് ഈ ഓഫർ. ജനുവരി 31-നകം എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ്, മറ്റു ബുക്കിംഗ് ചാനലുകൾ എന്നിവയിലൂടെ ടിക്കറ്റ് എടുക്കുന്നവർക്കാണ് ഈ ഓഫർ ലഭിക്കുക. UAE 2 ദിർഹം, ബഹ്റൈൻ 0.2 ദിനാർ, കുവൈറ്റ് 0.2 ദിനാർ, ഒമാൻ 0.2 റിയാൽ, ഖത്തർ 1 റിയാൽ, സൗദി അറേബ്യ 2 റിയാൽ എന്നീ നിരക്കുകളിലാണ് 5 കിലോയും 10 കിലോയും അധിക ബാഗേജുകൾ ബുക്ക് ചെയ്യാനാവുക. എക്സ്പ്രസ് വാല്യൂ, എക്സ്പ്രസ് ലൈറ്റ്, എക്സ്പ്രസ് ഫ്ലെക്സ്, എക്സ്പ്രസ് ബിസ് തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലും ഈ ഓഫർ ലഭ്യമാണ്. നിലവിൽ ഈ സെക്ടറുകളിൽ എക്സ്പ്രസ് ലൈറ്റ് ഒഴികെയുള്ള മറ്റെല്ലാ വിഭാഗങ്ങളിലും 30 കിലോ ചെക്ക് ഇൻ ബാഗേജാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അനുവദിക്കുക. 10 കിലോ അധിക ബാഗേജ് കൂടി ഓഫർ നിരക്കിൽ ലഭിക്കുന്നതിനാൽ ഇപ്പോൾ നാട്ടിലേക്കുള്ള യാത്രകളിൽ 40 കിലോ വരെ ചെക്ക് ഇൻ ബാഗേജ് കൊണ്ടുവരാനുള്ള അവസരമാണ് പ്രവാസികൾക്ക് ലഭിക്കുന്നത്. 24 ദുബായ്. GCC രാജ്യങ്ങൾക്കിടയിലെ ഏകീകൃത എക്സൈസ് നികുതി കരാറിൽ സുപ്രധാന ഭേദഗതികൾ കൊണ്ടുവരാൻ സൗദി മന്ത്രിസഭ അംഗീകാരം നൽകി. ആരോഗ്യത്തിന് ഹാനികരമായ ഉൽപ്പന്നങ്ങൾക്കൊപ്പം ആഡംബര വസ്തുക്കളെയും നികുതി പരിധിയിൽ ഉൾപ്പെടുത്തിയതാണ് പുതിയ മാറ്റം. നികുതി ഘടന പരിഷ്കരിക്കുന്നതിലൂടെ സുതാര്യതയും സാമ്പത്തികമായ കൂടുതൽ വ്യക്തതയുമാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. GCC രാജ്യങ്ങളിലെ സാമ്പത്തിക ചട്ടക്കൂട്ടിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതാണ് പുതിയ എക്സൈസ് നികുതി കരാർ. പുതിയ ഭേദഗതി പ്രകാരം നികുതി ചുമത്തുന്ന ഉൽപ്പന്നങ്ങളുടെ പട്ടിക വിപുലീകരിച്ചു. പുകയില ഉൽപ്പന്നങ്ങൾ, എനർജി ഡ്രിങ്കുകൾ എന്നിവയ്ക്ക് പുറമെ പരിസ്ഥിതിക്ക് ദോഷകരമായ വസ്തുക്കളും ഉയർന്ന വിലയുള്ള ആഡംബര വസ്തുക്കളും ഇനി എക്സൈസ് നികുതിയുടെ പരിധിയിൽ വരും. നികുതി കണക്കാക്കുന്ന രീതിയിലും മാറ്റങ്ങളുണ്ട്. വിപണിയിലെ റീറ്റെയിൽ വിലയോ അല്ലെങ്കിൽ അംഗരാജ്യങ്ങൾക്കിടയിൽ ധാരണയായ സ്റ്റാൻഡേർഡ് വിലയോ ഏതാണോ കൂടുതൽ അതായിരിക്കും നികുതി നിശ്ചയിക്കാനുള്ള അടിസ്ഥാന വില. ഉൽപ്പന്നങ്ങളുടെ മൂല്യത്തിന്റെ നിശ്ചിത ശതമാനമോ അല്ലെങ്കിൽ ഓരോ യൂണിറ്റിനും പ്രത്യേകമായോ നികുതി ഈടാക്കാൻ പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. കൂടാതെ നികുതി അടക്കാനുള്ള കാലാവധി, അതിനുള്ള നിബന്ധനകൾ എന്നിവ തീരുമാനിക്കാനുള്ള അധികാരം ഓരോ അംഗരാജ്യങ്ങൾക്കും നൽകിയിട്ടുണ്ട്. ഇത് പ്രാദേശികമായ സാമ്പത്തിക സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ രാജ്യങ്ങളെ സഹായിക്കും. GCC രാജ്യങ്ങൾക്കിടയിൽ ഏകീകൃത നികുതി നയം നടപ്പിലാക്കുന്നതിലൂടെ വ്യാജ ഉൽപ്പന്നങ്ങളുടെ വിപണനം തടയാനും പൊതുജനാരോഗ്യം സംരക്ഷിക്കാനും സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. മിനിസ്റ്റീരിയൽ കമ്മിറ്റി നിശ്ചയിക്കുന്ന പട്ടിക പ്രകാരമായിരിക്കും വരും ദിവസങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമുണ്ടാവുക. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ദുബായിലും അബുദാബിയിലും കനത്ത മൂടൽമഞ്ഞ്. രാവിലെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. 5 ദിവസം മഞ്ഞ് തുടരും എന്നാണ് മുന്നറിയിപ്പ്. ദുബായിലെയും അബുദാബിയിലെയും വിവിധ പ്രദേശങ്ങളിൽ രാവിലെ കനത്ത മൂടൽമഞ്ഞാണ് അനുഭവപ്പെടുന്നത്. തീരമേഖലകളിൽ സ്ഥിതി രൂക്ഷമാകുന്നു. മിക്കയിടത്തും ദൂരക്കാഴ്ച വളരെ കുറവും. 1 കിലോമീറ്ററിൽ താഴെയാണ് പലയിടത്തും ദൂരക്കാഴ്ച. ദൂരക്കാഴ്ച കുറഞ്ഞതിനെ തുടർന്ന് അബുദാബി പോലീസ് മക്തൂം ബിൻ റാഷിദ് റോഡിലെ വേഗപരിധി 80 കിലോമീറ്ററായി കുറച്ചു. റോഡുകളിലെ സ്മാർട്ട് ബോർഡുകളിൽ കാണിക്കുന്ന വേഗപരിധി കൃത്യമായി പാലിക്കാൻ അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വാഹനം ഓടിക്കുന്നവർ കൃത്യമായ അകലം പാലിക്കണമെന്നും ഹസാർഡ് ലൈറ്റുകൾ ആവശ്യമില്ലാതെ ഉപയോഗിക്കരുതെന്നുമാണ് നിർദ്ദേശം. വിവിധയിടങ്ങളിൽ യെല്ലോ, റെഡ് ഫോഗ് അലർട്ടുകൾ നൽകിയിട്ടുണ്ട്. ഇത് 3 ദിവസം കൂടി തുടരും. രാവിലെ 10 മണിവരെയാണ് അലർട്ടുള്ളത്. 24 ദുബായ്. സൗദി അറേബ്യയിലെ പൊതുസ്ഥാപനങ്ങൾക്ക് പേരിടുന്നതിന് പുതിയ നിയന്ത്രണങ്ങളുമായി ഭരണകൂടം. ഇസ്ലാമിക ശരീഅത്ത് തത്വങ്ങൾ പാലിക്കണമെന്നും ഭരണാധികാരികളുടെ പേരുകൾ ഉപയോഗിക്കുന്നതിന് മുൻകൂർ അനുമതി വേണമെന്നും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അടുത്ത 120 ദിവസത്തിനുള്ളിൽ പുതിയ ഭേദഗതികൾ രാജ്യത്തുടനീളം പ്രാബല്യത്തിൽ വരും. സൗദിയിലെ പൊതുസ്ഥാപനങ്ങൾക്ക് പേര് നൽകുന്നതിന് ഇനി മുതൽ ഏകീകൃത മാനദണ്ഡങ്ങൾ ബാധകമായിരിക്കും. സർക്കാർ ഉടമസ്ഥതയിലുള്ള എല്ലാ ആസ്തികളെയും ഇതിന്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള പാർക്കുകൾ, തെരുവുകൾ എന്നിവ മുതൽ ആരോഗ്യ കേന്ദ്രങ്ങൾ, സ്കൂളുകൾ, സർവകലാശാലകൾ എന്നിവയ്ക്ക് വരെ ഈ നിയമം ബാധകമാണ്. കൂടാതെ രാജ്യത്തെ സ്റ്റേഡിയങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, തുറമുഖങ്ങൾ എന്നിവയും പുതിയ നിബന്ധനകൾ പാലിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ശരീഅത്ത് നിയമങ്ങൾക്ക് വിരുദ്ധമായ ഒരു പേരും പൊതുയിടങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ്. അള്ളാഹുവിന്റെ 99 നാമങ്ങളിൽ അൽസലാം, അൽ അദിൽ, അൽ അവൽ, അൽ നൂർ, അൽ ഹക്ക്, അൽ ഷഹീദ്, അൽ മാലിക് എന്നീ 7 പേരുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ.
സൗദി രാജാക്കന്മാരുടെയോ കിരീടാവകാശികളുടെയോ വിദേശ രാജ്യങ്ങളിലെ നേതാക്കളുടെയോ പേരുകൾ സ്ഥാപനങ്ങൾക്ക് നൽകണമെങ്കിൽ ഇനി മുതൽ രാജാവിന്റെ നേരിട്ടുള്ള അനുമതി പത്രം ആവശ്യമാണ്. വ്യക്തികളുടെ പേരുകൾ നൽകുമ്പോൾ വ്യക്തിയുടെ പ്രത്യയശാസ്ത്ര നിലപാടുകളും അവരുടെ ക്രിമിനൽ പശ്ചാത്തലവും പരിശോധിക്കും. പേരുകൾക്ക് പകരം അക്കങ്ങൾ നൽകാനോ പേരും അക്കവും ചേർത്ത് ഉപയോഗിക്കാനോ പുതിയ നിയമം അനുവാദം നൽകുന്നുണ്ട്. 1986 മുതൽ നിലവിലുണ്ടായിരുന്ന നിയമങ്ങൾ റദ്ദാക്കിക്കൊണ്ടാണ് പുതിയ പരിഷ്കാരം വരുന്നത്. 120 ദിവസത്തിനുള്ളിൽ നിലവിലുള്ള പേരുകൾ പുനഃപരിശോധിക്കണമെന്നാണ് നിർദ്ദേശം. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. സൗദിയിൽ അസീർ ക്രിക്കറ്റ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അസീർ സൂപ്പർ ലീഗ് സീസൺ 2 സമാപിച്ചു. ഡിസംബർ 12 മുതൽ ജനുവരി 2 വരെ നീണ്ടുനിന്ന ലീഗിൽ 12 ടീമുകൾ മാറ്റുരച്ചു. ഫൈനൽ മത്സരത്തിൽ ഓൺമൈൻഡ് ഗമീഷ് ടീമിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി മാവറിക്സ് ടീം കിരീടം സ്വന്തമാക്കി. വേൾഡ് മലയാളി ഫെഡറേഷന്റെ 5ാമത് ദിവത്സര ഗ്ലോബൽ കൺവെൻഷൻ ദുബായിൽ നടക്കും. ജനുവരി 16, 17, 18 തീയതികളിൽ ദുബായ് ദേറാഖ് ടൗൺ പ്ലാസയിലാണ് സമ്മേളനം നടക്കുക. 24 ആണ് ഗ്ലോബൽ കൺവെൻഷന്റെ മീഡിയ പാർട്ട്നേഴ്സ്. സ്നേഹത്തിലൂടെയും സഹകരണത്തിലൂടെയും മാറ്റത്തിന് തിരികൊളുത്താമെന്ന പ്രമേയത്തിലാണ് വേൾഡ് മലയാളി ഫെഡറേഷന്റെ ഇത്തവണത്തെ ദ്വിവത്സര ഗ്ലോബൽ കൺവെൻഷൻ നടക്കുക. ലോകത്തിലെ വിവിധ കോണുകളിൽ നിന്നുള്ള മലയാളികളെ ഒന്നിപ്പിക്കുകയും അവരിലൂടെ കേരളത്തിന്റെ വികസനത്തിനും പ്രവാസി ക്ഷേമത്തിനും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയുമാണ് കൺവെൻഷന്റെ ലക്ഷ്യം. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഗ്ലോബൽ കൺവെൻഷനിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സയ്യിദ് മുനവ്വർ അലി തങ്ങൾ, സന്തോഷ് ജോർജ് കുളങ്ങര, മുരളി തുമ്മാരക്കുടി തുടങ്ങിയവർ പങ്കെടുക്കും. പ്രവാസി വ്യവസായികൾക്കും നിക്ഷേപകർക്കുമായി ബിസിനസ് സമ്മിറ്റ്, ആഗോളതലത്തിലെ സ്ത്രീകളുടെ മുന്നേറ്റവും അവർ നേരിടുന്ന പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്ന വനിതാ സമ്മേളനം, പ്രവാസി സമ്മിറ്റ് തുടങ്ങിയ വിവിധ സെഷനുകൾ ഒരുക്കിയിട്ടുള്ളതായി വേൾഡ് മലയാളി ഫെഡറേഷൻ ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാർ പറഞ്ഞു. ഇതിൽ ഒരു ആഗോള വനിതാ സമ്മിറ്റ്, ഞങ്ങളുടെ വിവിധ രാജ്യങ്ങളിലുള്ള വനിതാ പ്രതിനിധികൾ പങ്കെടുക്കുന്ന വനിതാ സമ്മിറ്റ്, അതിൻ്റെ പേര് എംപവർ ഹെർ എന്നുള്ളതാണ് അതിൻ്റെ തീം. പിന്നെ ഗ്ലോബൽ പ്രവാസി സമ്മിറ്റ്, അതായത് പ്രവാസികൾ നേരിടുന്ന, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് പ്രവാസികൾ നേരിടുന്ന വിഷയങ്ങൾ, നമ്മുടെ മടങ്ങി വരുന്ന പ്രവാസികൾക്കുള്ള തൊഴിൽ സാധ്യതകൾ, ഇതൊക്കെ ഇതിൽ ചർച്ച ചെയ്യപ്പെടും. ജീവകാരുണ്യ മേഖലയിൽ സഹായം എത്തിക്കുന്ന വലിയൊരു സംഘടനയായിട്ട് ഇത് മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോടുകൂടി ഞങ്ങൾ അടുത്ത 10 വർഷം പൂർത്തിയാക്കിക്കൊണ്ട് 11ാമത്തെ വർഷത്തിലേക്ക് നീങ്ങുകയാണ്. മുണ്ടക്കൈ ചൂരന്മല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീട് നഷ്ടമായവർക്ക് ഫെഡറേഷൻ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽദാനവും കൺവെൻഷനിൽ നടക്കും. പിന്നണി ഗായകർ നയിക്കുന്ന സംഗീത നിശ, ക്രൂയിസ് ഡിന്നർ, ഡെസേർട്ട് സഫാരി തുടങ്ങിയ വിനോദ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. വേൾഡ് മലയാളി ഫെഡറേഷൻ ഗ്ലോബൽ പ്രസിഡന്റ് പൗലോസ് തേപ്പാല, മിഡിൽ ഈസ്റ്റ് പ്രസിഡന്റും കൺവെൻഷൻ കൺവീനറുമായ വർഗീസ് പെരുമ്പാവൂർ, ഗ്ലോബൽ പ്രവാസി വെൽഫെയർ കോർഡിനേറ്റർ ഏലിയാസ് ഐസക്, ഗ്ലോബൽ എക്സിക്യൂട്ടീവ് അംഗം ഫിറോസ് ടി ഹമീദ്, UAE നാഷണൽ സെക്രട്ടറി മുഹമ്മദ് അക്ബർ, ദുബായ് സ്റ്റേറ്റ് പ്രസിഡന്റ് സുധീർ ദേവരാജൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 24 ദുബായ്. അമേരിക്കയിൽ നടന്ന മിസിസ് ഇന്ത്യ വാഷിംഗ്ടൺ സൗന്ദര്യ മത്സരത്തിൽ ജേതാവായി കാർത്തിക പിള്ള. ഈ വിജയത്തോടെ ഫെബ്രുവരിയിൽ നടക്കുന്ന ദേശീയ തലത്തിലുള്ള മിസിസ് ഇന്ത്യ USA മത്സരത്തിലേക്ക് കാർത്തിക യോഗ്യത നേടി. മിഥു മാമച്ചൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വാഷിംഗ്ടൺ സ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ച് ഇനി ദേശീയ തലത്തിലേക്കുള്ള പോരാട്ടത്തിലേക്കാണ് കാർത്തിക കടക്കുന്നത്. ഫെബ്രുവരിയിൽ ന്യൂജേഴ്സിയിൽ വെച്ച് നടക്കുന്ന മിസിസ് ഇന്ത്യ USA മത്സരത്തിൽ കാർത്തിക പങ്കെടുക്കും. അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിജയികളുമായി മാറ്റിരിക്കുന്ന ഈ മത്സരത്തിൽ വിജയിച്ചാൽ മിസിസ് ഇന്ത്യ വേൾഡ് വൈഡ് കിരീടത്തിൽ മത്സരിക്കാൻ കാർത്തികയ്ക്ക് അവസരം ലഭിക്കും. വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആംപവറിംഗ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന ഗ്ലോബൽ വുമൺ ഫെസ്റ്റിവലിലാണ് ഈ നേട്ടം. ഇന്ത്യക്ക് പുറത്ത് കഴിഞ്ഞ 42 വർഷമായി തുടർച്ചയായി നടന്നുവരുന്ന ഏറ്റവും വലിയ ഇന്ത്യൻ സൗന്ദര്യ മത്സരത്തിന്റെ ഭാഗമായാണ് ഇത് സംഘടിപ്പിച്ചത്. വ്യക്തിത്വം, പ്രസംഗ പാടവം, സാംസ്കാരിക തനിമ, ആത്മവിശ്വാസം, കലാവൈഭവം, സാമൂഹിക പ്രതിബദ്ധത എന്നിങ്ങനെ വിവിധ തലങ്ങളിലായി നടന്ന കടുത്ത മത്സരങ്ങൾക്കൊടുവിലാണ് കാർത്തിക ഈ കിരീടം ചൂടിയത്. This is Midhu Mamachan signing off from Mexico. 24 USA. BJPയുടെയും ഹിന്ദുത്വ സംഘടനകളുടെയും പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ബംഗ്ലാദേശ് താരത്തെ ഒഴിവാക്കാൻ IPL ടീം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് നിർദ്ദേശം നൽകി BCCI. ലേലത്തിലൂടെ 9.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ മുസ്തഫിസുർ റഹ്മാനെയാണ് KKRന് കൈവിടേണ്ടി വരുന്നത്.
BJP സമ്മർദ്ദത്തിന് വഴങ്ങി BCCI. ബംഗ്ലാദേശ് പേസർ മുസ്തഫിസുർ റഹ്മാനെ IPL-ൽ കളിപ്പിക്കില്ല. താരത്തെ ഒഴിവാക്കാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിന് നിർദ്ദേശം നൽകിയെന്ന BCCI സെക്രട്ടറി ദേവ്ജിത്ത് സൈക്കിയ. To release one of their player, Mustafizur Rahman of Bangladesh, from their squad, and BCCI has also said that if they ask for any replacement, BCCI is going to allow that replacement. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിനും ഉടമ ഷാരൂഖ് ഖാനുമെതിരായ BJP-യുടെയും ഹിന്ദു സംഘടനകളുടെയും പ്രതിഷേധം. ഹിന്ദുക്കൾക്കെതിരായ അതിക്രമം ഷാരൂഖ് കണ്ടില്ലെന്ന് നടിക്കുന്നെന്നും മനഃപൂർവ്വം ബംഗ്ലാദേശ് താരത്തെ ടീമിൽ എടുത്തെന്നും ആരോപണം. BJP നേതാവ് സംഗീത് സോം ഒന്നുകൂടി കടുപ്പിച്ച ഷാരൂഖിനെ ചതികനെന്നും അധിക്ഷേപിച്ചു. എന്നാൽ ഷാരൂഖിന്റെയും KKRന്റെയും ഭാഗത്ത് തെറ്റില്ലെന്നും BJP നിയന്ത്രിക്കുന്ന BCCI തന്നെയല്ലേ ബംഗ്ലാദേശ് താരത്തെ ലേലത്തിൽ ഉൾപ്പെടുത്തിയതെന്നും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തിരിച്ചടിച്ചിരുന്നു. 9.2 കോടിക്കാണ് KKR മുസ്തഫിസുറിനെ സ്വന്തമാക്കിയത്. ഇനി ലേലപ്പട്ടികയിൽ നിന്ന് മറ്റൊരു താരത്തെ പകരക്കാരനായി കണ്ടെത്തേണ്ടി വരും. സ്പോർട്സ് ഡെസ്ക് 24. കണ്ണൻ രവി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള പുതിയ ഗ്രാൻഡ് എന്റർടൈൻമെന്റ് ഡെസ്റ്റിനേഷനുകളായ പാന്തർ ക്ലബ്, ATK സ്ക്വയർ റെസ്റ്റോറന്റ് എന്നിവ ദുബായ് ക്രീക്കിലെ മാരിയറ്റ് മാർക്കസ് ഹോട്ടലിൽ പ്രവർത്തനം ആരംഭിച്ചു. ബോളിവുഡ് താരം ഷാരൂഖ് ഖാൻ റെസ്റ്റോ ബാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൻ രവിയുടെയും ദീപക് രവിയുടെയും നേതൃത്വത്തിലാണ് പ്രവർത്തനം. ആന്ധ്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട്, കേരള എന്നിവിടങ്ങളിലെ രുചികളിലുള്ള ഭക്ഷണം ATK സ്ക്വയർ റെസ്റ്റോറന്റിൽ ലഭ്യമാണ്. Also, there is one of the best restaurant in Dubai. You know very well the Barak restaurant. The next version is ATK2. It's been Arabic, Andhra, Tamil Nadu, Telangana, Kerala, Karnataka. The most of people only the south only they are living here. The concept we are making this only, okay, plus intercontinental food. തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രിയും MLA-യുമായ ആന്റണി രാജുവിന് 3 വർഷം തടവ് ശിക്ഷ. ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും ഉൾപ്പെടെ തെളിഞ്ഞതായി തിരുവനന്തപുരം നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. ശിക്ഷാവിധിയോടെ ആന്റണി രാജുവിന് നിയമസഭാംഗത്വം നഷ്ടമായി. 3 പതിറ്റാണ്ട് നീണ്ട കേസിൽ ഒന്നാം പ്രതി KS ജോസിനും 3 വർഷം തടവ് ശിക്ഷ. ആന്റണി രാജുവിനെതിരെ കോടതിക്ക് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. വ്യാജരേഖ ചമച്ചത് ആന്റണി രാജു. KS ജോസ തൊണ്ടി മുതൽ കൈമാറിയത് കോടതി ഉത്തരവില്ലാതെ. തന്റെ കക്ഷിയെ രക്ഷിക്കുവാൻ വേണ്ടി ആന്റണി രാജു കൃത്രിമം നടത്തി. കുറ്റം ചെയ്തത് ജുഡീഷ്യറിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കേണ്ടവരെന്നും കോടതി. പ്രതികളുടെ പ്രവൃത്തി കേവലമൊരു ക്രമക്കേടല്ല, നീതിയുടെ ഗതിയെ ബോധപൂർവം തടസ്സപ്പെടുത്തുവാനുള്ള ശ്രമമെന്നും വിധിപ്പകർപ്പിൽ പറയുന്നു. തെളിവ് നശിപ്പിക്കൽ ഒരു പ്രതിയെ അർഹമായ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുവാൻ കാരണമായി. ഇത് നീതിയുടെ പരാജയമെന്നും കോടതി വിധിയിൽ പറയുന്നു. തിരുവനന്തപുരം MLA-യും മുൻമന്ത്രിയുമായ ആന്റണി രാജുവിന് 3 വർഷമാണ് തടവ് ശിക്ഷ വിധിച്ചത്. ഗൂഢാലോചനയ്ക്ക് 6 മാസം തടവ്, തെളിവ് നശിപ്പിക്കലിന് 3 വർഷവും 10,000 രൂപ പിഴയും. കള്ളത്തെളിവുണ്ടാക്കൽ വകുപ്പിന് 3 വർഷം തടവ് എന്നിങ്ങനെയാണ് നെടുമങ്ങാട് 1-ാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചത്. 1-ാം പ്രതി KS ജോസിനും ഇതേ ശിക്ഷ തന്നെയാണ്. കുറഞ്ഞ ശിക്ഷയല്ല, ഈ കോടതിക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി ശിക്ഷയാണ് മാക്സിമം. അത് 3 വർഷം 10,000 രൂപയാണ് ഈ കോടതിക്കുള്ള ജൂറിസ്ഡിക്ഷൻ. അങ്ങനെ മാക്സിമം ശിക്ഷ തന്നെ കോടതി കൊടുത്തിട്ടുണ്ട്. ഒരുമിച്ചല്ലേ അനുഭവിച്ചത്. ശിക്ഷാവിധിക്ക് പിന്നാലെ അപ്പീൽ ആവശ്യം ചൂണ്ടിക്കാട്ടി പ്രതികൾ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. പിന്നാലെ 2 ആൾ ജാമ്യത്തിൽ 2 പേർക്കും കോടതി ജാമ്യം അനുവദിച്ചു. ശിക്ഷാവിധി ആന്റണി രാജുവിന് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ്. ആന്റണി രാജു MLA സ്ഥാനത്തു നിന്നും അയോഗ്യനായി. ഉടൻ നിയമസഭാ സെക്രട്ടേറിയറ്റ് അയോഗ്യനാക്കി വിജ്ഞാപനം പുറപ്പെടുവിക്കും. 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനും കഴിയില്ല. 24 തിരുവനന്തപുരം. 32 വർഷം മുൻപ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ആന്റണി രാജുവിന് വൻ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. തൊണ്ടി മുതൽ തിരിമറി കേസിന്റെ നാൾവഴികളിലേക്ക്. 1990 ഏപ്രിൽ 4-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരിമരുന്ന് കേസിൽ പിടിയിലായ ആൻഡ്രൂ സാൽവദോർ എന്ന ഓസ്ട്രേലിയൻ പൗരനെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തൊണ്ടിയായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയെന്നാണ് കേസ്. അടിവസ്ത്രം വിദേശിക്ക് പാകമല്ലെന്നും ഇത് വ്യാജ തൊണ്ടിയാണെന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദം കണക്കിലെടുത്ത് കോടതി ആൻഡ്രൂ സാൽവദോറിനെ വെറുതെ വിട്ടു. തുടർന്ന് 1994-ൽ തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചുവെന്ന പരാതിയിൽ വഞ്ചിയൂർ പോലീസ് കേസെടുത്തു. 2006-ൽ തിരുവനന്തപുരം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ ആന്റണി രാജു, കോടതിയിലെ തൊണ്ടി സെക്ഷൻ ക്ലർക്ക് KS ജോസ് എന്നിവരായിരുന്നു 1ഉം 2ഉം പ്രതികൾ. കോടതിയിൽ സൂക്ഷിച്ചിരുന്ന വിദേശിയുടെ അടിവസ്ത്രം ക്ലർക്കിന്റെ സഹായത്തോടെ വാങ്ങിയ ആന്റണി രാജു അത് വെട്ടിച്ചെറുതാക്കിയെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായെന്ന് കുറ്റപത്രത്തിലുണ്ടായിരുന്നു. ഗൂഢാലോചന, രേഖകളിൽ കൃത്രിമം, വഞ്ചന,
തെളിവ് നശിപ്പിക്കൽ എന്നിവയാണ് കുറ്റങ്ങൾ. 2014 നെടുമങ്ങാട് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കേസ് മാറ്റി. അന്നു മുതൽ 22 തവണ കേസ് പരിഗണിച്ചെങ്കിലും പ്രതികൾ ഹാജരാവുകയോ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുകയോ ചെയ്തില്ല. തുടർന്ന് ഹൈക്കോടതി രജിസ്ട്രാർ ഇടപെട്ടു. കേസ് പുനരന്വേഷിക്കാൻ 2023 ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഹൈക്കോടതി ഉത്തരവിനെതിരെ ആന്റണി രാജു സുപ്രീം കോടതിയിൽ ഹർജി നൽകി. 2024 നവംബറിൽ തൊണ്ടിമുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജു വിചാരണ നേരിടണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. 1 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കണം. 2025 ഒക്ടോബർ 24 തൊണ്ടിമുതൽ തിരിമറി കേസിൽ വിചാരണ കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞിരുന്നു. കോടതി ജീവനക്കാരനായ 1ാം പ്രതി ജോസ് സർക്കാർ സർവീസിലുള്ളതിനാൽ വഞ്ചനാ കുറ്റമടക്കം പ്രതികൾക്കെതിരെ ചുമത്തണമെന്നാവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകൻ അനിൽ ഇമ്മാനുവലിന്റെ ഹർജിയിലാണ് ഉത്തരവുണ്ടായത്. തുടർന്ന് വഞ്ചനാ കുറ്റവും ചേർത്താണ് വിചാരണ നടന്നത്. വീണ്ടും 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ചില വകുപ്പുകൾ കൂടി കൂട്ടിച്ചേർത്തു. ഈ വകുപ്പുകളിലും വാദം കേട്ടിരുന്നു. ഡിസംബർ 16 വാദം പൂർത്തിയായി. 29 സാക്ഷികളിൽ 19 പേരെ വിസ്തരിച്ചു. മരണം, രോഗം എന്നിവ മൂലം 8 പേരെ ഒഴിവാക്കി. മറ്റു 2 പേരെ പ്രോസിക്യൂഷനും ഒഴിവാക്കിയിരുന്നു. റിസർച്ച് ഡെസ്ക് 24. നിയമസഭയിൽ കോൺഗ്രസ് തിരിച്ചുവരിക മാത്രമാണ് ലക്ഷ്യമെന്നും ആര് മുഖ്യമന്ത്രിയാകുമെന്നത് പിന്നീട് തീരുമാനിക്കുമെന്നും ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇക്കുറി പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം മാത്രം ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് തന്ത്രങ്ങൾ. ഭരണത്തിലേക്കുള്ള തിരിച്ചുവരൽ മാത്രമാണ് അജണ്ട. മുഖ്യമന്ത്രി ആരെന്ന ചർച്ചയുടെ ആവശ്യം ഇപ്പോൾ ഇല്ലെന്ന് KC വേണുഗോപാൽ 24നോട്. മുഖ്യമന്ത്രി ആരാണെന്ന ചോദ്യം ഞങ്ങളുടെ മുന്നിൽ ഇല്ല. അതൊക്കെ പാർട്ടിയുടെ സിദ്ധാന്തങ്ങൾക്കനുസരിച്ച് നയപരിപാടികളുണ്ട്. ഇപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഭരണം തിരിച്ചു കൊണ്ടുവരിക. വിജയം മാത്രം കണക്കാക്കി സ്ഥാനാർത്ഥി നിർണയ മാനദണ്ഡങ്ങൾ AICC ക്യാമ്പിൽ വ്യക്തമാക്കുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. മുതിർന്ന നേതാക്കൾ മത്സരിക്കാനുള്ള നിർദ്ദേശം ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുമെന്നാണ് സൂചന. ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവും. നിങ്ങൾക്ക് സ്ഥാനാർത്ഥി നിർണയം കഴിയുമ്പോൾ മനസ്സിലാവുമല്ലോ. K. സുധാകരൻ, അടൂർ പ്രകാശ് തുടങ്ങിയവരുടെ കാര്യത്തിൽ തീരുമാനം നിർണായകമാണ്. KC വേണുഗോപാൽ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കാനും നീക്കമുണ്ട്. ഇതിനിടെ ഇനി മത്സരരംഗത്തില്ലെന്ന് VM സുധീരൻ വ്യക്തമാക്കി. ദീപക് ധർമ്മടം, 24, ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.